സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കാൻ വേണ്ടി സൂറാഖത്ത് ബിൻ മാലിക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കുതിര മണ്ണിൽ ആഴ്ന്നു പോവുകയും പിന്നീട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികാരമൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അദ്ദേഹം തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുന്നവരെയും ഗൂഢാലോചന നടത്തുന്നവരെയും അവരെ പിന്തിരിപ്പിച്ച് ഞാൻ നിർത്തനാക്കാം എന്ന വാക്കുകൊണ്ടാണ് സൂറാഖത്ത് ബിൻ മാലിക് മടങ്ങുന്നത്. അബൂജഹലടക്കം അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. എന്ത് പണിയാണ് കാണിച്ചത്? നിന്നെയായിരുന്നു നമുക്കൊരു പ്രതീക്ഷ, പക്ഷെ ആ പ്രതീക്ഷ തെറ്റിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പാടി, ഓ അബൂജഹലെ, എന്റെ പടുക്കുതിരയുടെ കാലുകൾ ആണ്ടുപോയ സമയം, ആ ഒരു സമയം നീ ആയിരുന്നുവെങ്കിൽ അപ്പം നീ കരുതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കി ഒരുപക്ഷേ നീ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് സൂറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ പരാമർശിക്കുകയാണ്. ഏതായിരുന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും യാത്ര തുടരുകയാണ്. മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 4 ദിവസം പൂർത്തിയാവുകയാണ്. ആ 4 ദിവസത്തിന്റെ ഇടയിൽ 3 ദിവസത്തോളം സൗർ ഗുഹയിലായിരുന്നു താമസിച്ചത്. യാത്ര 5-ാം ദിവസത്തിലേക്ക് കടന്നു. പകൽ സമയത്ത് ഒളിവിലായും യാത്ര സമയത്ത് വിജനമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ മദീനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വയസ്സ് 53. ഈ പ്രായത്തിലും ഇത്രയും ഒളിഞ്ഞും തിരിഞ്ഞും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ആ വിശുദ്ധമായ ദീന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ത്യാഗമാണ്, പ്രയാസമാണ് അവിടെ നിന്ന് സഹിച്ചത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയുമൊക്കെ ത്യാഗം സഹിച്ച് നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്ന ദീൻ, ആ വിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള, നമ്മുടെ മേലിൽ ഏറ്റവും ബാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്തത് എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് റബ്ബിലേക്ക് മടങ്ങി തൗബ ചെയ്യുമെന്നും, പടച്ച റബ്ബ് എന്നെ ഏൽപ്പിച്ച, എന്നോട് കൽപ്പിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും ഞാനത് മുറ പോലെ നിർവഹിക്കുമെന്നുള്ള പ്രതിജ്ഞ നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയുടെ 5-ാം ദിവസം ഇങ്ങനെ ആയപ്പോൾ അല്പം പച്ചപ്പുകൾ കാണുകയാണ്. പച്ചപ്പുകൾ കണ്ടു തുടങ്ങി. അല്പം കൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ വെള്ളം കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര ഖുബാ എന്ന സ്ഥലത്തെത്തുകയാണ്. മദീനയിൽ നിന്നും 3 നാഴിക, പഴയകാലത്തെ കണക്കാണ്, 3 നാഴികയിലധികം ദൂരമില്ലാത്ത ചെറു ഗ്രാമമാണ് ഖുബാ എന്ന് പറയുന്നത്. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ് സഞ്ചരിക്കാനുള്ള ഒരു ഇടമാണ്. അത്രയും ഒരു ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മൾ പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂരങ്ങാടിയിലേക്ക് ബ്ലോക്കൊന്നുമില്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് എന്ന് പറഞ്ഞതുപോലെ അത്രയൊരു ദൂരമേ ഉള്ളൂ ഇനി ഖുബായിൽ നിന്ന് മദീനയിലേക്ക്. പഴയകാലത്ത് ആ കണക്കനുസരിച്ച് ഭൂമിയെ സംബന്ധിച്ചുള്ള ഓരോ ഗവേഷകന്മാരും അവർ നിഗമിക്കുന്നത് ഒരു നാഴിക സമയം കൊണ്ട് ഭൂമി 6 ഡിഗ്രിയാണ് തിരിയുന്നത്. 6 ഡിഗ്രി ഇങ്ങനെ തിരിഞ്ഞു. അപ്പൊ സൂര്യൻ അല്പം കൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും കിഴക്ക് നിന്ന് സൂര്യൻ പടിഞ്ഞാറോട്ടും ഇങ്ങനെ തിരിയുന്നത് 6 ഡിഗ്രിയാണ്. 24 മണിക്കൂറാകുമ്പോൾ 360 ഡിഗ്രി അത് പൂർത്തിയാവുകയും അങ്ങനെ ഒരു ദിവസം പൂർത്തിയാവുകയും ചെയ്യുകയാണ്. ഏതായിരുന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു നീങ്ങി ഖുബാ എന്ന സ്ഥലത്തെത്തുകയാണ്. ഈന്തപ്പനയുടെ ചുവട്ടിൽ അവർ വിശ്രമിക്കുകയാണ്. ക്ഷീണമുണ്ടാവുമല്ലോ, യാത്ര പ്ലെയിനിലല്ല, ഒട്ടകപ്പുറത്താണ്. നടന്നും ഇരുന്നും ഒട്ടകപ്പുറത്തും അങ്ങനെയൊക്കെ വരികയാണ്. അങ്ങനെ അവിടെ ഈത്തപ്പന ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സുരക്ഷിതമായി എന്നെ ഇവിടെ എത്തിച്ചല്ലോ. അതിന് എല്ലാവിധ സഹായങ്ങളും അല്ലാഹു ആണല്ലോ എനിക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിനെ വല്ലാതെ സ്തുതിച്ചു. എന്തിനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം സ്തുതിക്കുന്നത്? ചരിത്രത്തിൽ കാണാൻ കഴിയും. 2 പേരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ ഒരുത്തർ എന്തിനാണ് 2 പട്ടണങ്ങളിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. അതിൽ ഒരുത്തർ അന്വേഷിക്കുന്നത് എന്തിനാണ്? അവരന്വേഷിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാനാണ്. അവർ ഖുറൈശി പട്ടണത്തിലെ നിവാസികളാണ്. അവർക്ക് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവനാണ്. കാരണം മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുത്താൽ 100 ഒട്ടകം ഓഫറായിട്ട് കിട്ടുമല്ലോ, സമ്മാനമായിട്ട് കിട്ടുമല്ലോ. ആ മുഹമ്മദിനെ ഇല്ലാതാക്കിയാൽ ഈ വിശുദ്ധ മതം ഇല്ലാതാകുമല്ലോ. ഇതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്. അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ മദീന നിവാസികളാണ്. അവരുടെ ആഗ്രഹം എന്താണ്? സ്വന്തം ശരീരത്തിന് ഒരു പോറലേൽക്കാൻ, സ്വന്തം ശരീരത്തിന് എന്ത് തന്നെ വന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു രോമത്തിനൊരു കേടുപാടുകൾ സംഭവിക്കരുത് എന്നും ചിന്തിച്ച് ആത്മാർത്ഥമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തവരാണ്. അവർ മദീന നിവാസികളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. പുറപ്പെട്ട കണക്കനുസരിച്ച് മദീനയിലെത്തേണ്ട സമയമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തതിൽ വല്ലാത്ത വിഷമം മദീനക്കാർക്കുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തിയോ പേടിയുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. എവിടെ പോയി ഞങ്ങളുടെ ഹബീബ് എന്നും ചിന്തിച്ച് അവർ വിഷമിച്ചിരിക്കുകയാണ്. അതേ നമ്മുടെ ഒരു മകൻ അതേ വിദേശത്ത് നിന്ന് വരികയാണ്. വിദേശത്ത് നിന്ന് വന്നിട്ട് വരേണ്ട ദിവസം ആയിട്ടും ആ മകൻ എത്തിയിട്ടില്ലെങ്കിലും എന്റെ കുട്ടി എവിടെ പോയി, എയർപോർട്ടിൽ കുടുങ്ങിയോ അതല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയോ, ഒരു അഡ്രസ്സും ഇല്ലെങ്കിൽ നമ്മൾ ബേജാറാകുമല്ലോ. എന്നാൽ സ്വന്തം മകനേക്കാളും മകളെക്കാളും ഭാര്യസന്താനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച മദീന നിവാസികൾ ഭയപ്പെട്ടിരിക്കുകയാണ്. മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ മുത്തുനബി ഇവിടെ ആരെങ്കിലും ശരിപ്പെടുത്തിയോ എന്ന് ബേജാറായിരിക്കുകയാണ്. മദീന നിവാസികൾ കാത്തിരിക്കുകയാണ്. അൻസാരികൾപ്പെട്ട ചില സ്വഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ട വിവരം കേട്ടത് മുതൽ ഞങ്ങൾ പ്രതീക്ഷയിലാണ്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിനു ശേഷം മദീനയുടെ അതിർത്തിയിലുള്ള ഹറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നാണ്. ആ കുന്നിന്റെ മുകളിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ കാത്തിരിക്കും. മുത്തുനബി വരുന്നുണ്ടോ, തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നോക്കും. മുത്തുനബി എവിടെ, മുത്തുനബി എവിടെ? വെറും പ്രതീക്ഷ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ആ പാറക്കെട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. പിന്നീട് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരികയാണ്.
പറയുകയാണ്, ശക്തമായ ചൂട് വന്നാൽ പിന്നെ പാറപ്പുറത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നല്ല മാർബിൾ ആണെങ്കിൽ പോലും അവിടെ ചൂടങ്ങ് കൂടിയാൽ മാർബിളിലേക്ക് ചൂടേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാൽപാദം വെക്കാൻ കഴിയില്ലല്ലോ. എന്നതുപോലെ ആ പാറക്കെട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ കുന്നിൻ മുകളിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ദീർഘനേരം ഇരിക്കുന്നു. ചൂട് കൂടിയാൽ ഞങ്ങൾ തിരിച്ചു പോരും. ഒരു ദിവസം അതാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സാധാരണ പോലെ ഇരിക്കുന്നത് പോലെ ഹറ എന്ന് പറയുന്ന പാറപ്പുറത്ത് ഞങ്ങൾ ഇരിക്കുന്നു. ശക്തമായ ചൂടങ്ങ് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്. ആ വരവ് കാണുന്നത് ഒരു ജൂതനായ മനുഷ്യനായിരുന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഹറ എന്ന് പറയുന്ന പാറപ്പുറത്ത് ഇരിക്കുന്നത് ഈ ജൂതനായ മനുഷ്യൻ കാണാറുണ്ട്. അദ്ദേഹം അന്വേഷിക്കാറുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെ ഇവര് തിരിച്ചു പോയ സമയത്താണ് ഈ ജൂതനായ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്. അപ്പോഴാണ് ഈ ജൂതനായ മനുഷ്യൻ വിളിച്ചു പറയുന്നു, യാ മാശറൽ അറബ്, ഓ അറബി സമൂഹമേ, യാ ബനി ഖൈല, ഓ ഖൈല സന്തതികളെ. ഖൈല എന്ന് പറയുന്നത് അൻസാറുകളുടെ ഒരു പിതാമഹന്റെ പേരാണ്. അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് യാ ബനി ഖൈല, അല്ലയോ ഖൈല ഗോത്രമേ, ഖൈല സന്തതികളെ, മാശറൽ അറബ്, അറബി സമൂഹമേ എന്നും വിളിച്ച് ഇങ്ങനെ പറയാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ജിദ്ദുകും ഖദ് ജാഅ, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന ആ സൗഭാഗ്യം ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയാ. ഇതങ്ങ് കേട്ടതോടുകൂടെ സുബ്ഹാനല്ലാഹ്, മദീന നിവാസികൾ പിന്നെ എല്ലാം മറന്ന് പരക്കം പറഞ്ഞ് ഓടിപ്പോകുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ. എന്തൊരു ആഗ്രഹമാണ്! ആലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് വല്ലാത്തൊരു വരവാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ആ മുത്തുനബിയെ കണ്ടിട്ടില്ല. ആ മുത്തുനബിയെ പരാമർശിച്ചതിന്റെ പേരിലെങ്കിലും ഒരു ദിവസമെങ്കിലും ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ മനാമിലൊന്ന് കാട്ടിത്തരണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. എല്ലാവരും ഓടിപ്പോകാൻ സ്നേഹത്തോടുകൂടെ അവരുടെ മനസ്സിലേക്ക് മുത്തുനബിയെ അങ്ങ് സ്നേഹിച്ചത് കൊണ്ട് ഓടിയെത്തി സന്തോഷത്തിന്റെ കരച്ചിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോ മുത്തുനബി അതാ ഈത്തപ്പന ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഞങ്ങളുടെ 100-ൽ പരം അൻസാറുകളായ സ്വഹാബികളുണ്ട്. അവിടെ പോയി ഞങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, നബിയെ ഇർകബാ ആമിനീന മുതഈൻ, തങ്ങൾ നിർഭയരായിട്ട് നിങ്ങൾ രണ്ടുപേരും വാഹനപ്പുറത്ത് കയറിക്കോളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. സമ്പത്ത് വേണോ സമ്പത്ത് തരാം, വീട് വേണോ വീട് തരാം, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് മുഴുവനും തങ്ങൾക്ക് ഞങ്ങൾ തരാം. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ മാതാവും പിതാവും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ എന്നും പറഞ്ഞ് അവരതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹത്തോടെ ഈ വാചകം അങ്ങ് പറഞ്ഞപ്പോ ഈ സ്നേഹം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സന്തോഷിച്ചു. കാരണം മക്കയിൽ നിന്ന് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം, എന്റെ പിരടയിൽ ചീഞ്ഞഴിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയില്ലേ ഇട്ടത്, എന്നെ സുജൂദ് ചെയ്യാൻ അനുവദിക്കാതെ അബൂജഹലും സംഘവും ചവിട്ടാൻ വേണ്ടി വന്നില്ലേ, അതുപോലെ തന്നെ എന്റെ കഴുത്തിൽ വസ്ത്രം കുരുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ലേ, എന്തെല്ലാം നടന്നു. ഈ മദീനക്കാർ എത്രമാത്രമാണ് എന്നെ സ്നേഹിക്കുന്നത്. ഇവരുടെ സ്നേഹം വല്ലാത്തൊരു സ്നേഹമാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും അവർ അത്യുജ്ജല വരവേൽപ്പ് നൽകുകയാണ്. കുട്ടികൾ ദഫ് മുട്ടി മർഹബാ മർഹബാ സ്വാഗതഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനതയോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. മദീനയുടെ വലഭാഗത്തുകൂടെയാണ് നടന്നു പോകുന്നത്. ഖുബാ എന്ന സ്ഥലത്തെത്തുകയാണ്. ഖുബാ എന്ന പ്രദേശത്ത് അംർ ഇബ്നു ഔഫ് ഗോത്രക്കാരുടെ വീടുകളുടെ പരിസരത്തെത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകപ്പുറത്ത് നിന്ന് തങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ 53ാമത്തെ വർഷമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതമായി ഖുബായിൽ എത്തിയിട്ടുണ്ടെന്ന വാർത്ത മദീനയിലേക്ക് അങ്ങ് പരന്നുപോയി. ഓരോ സംഘങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കാനും യാത്ര പൂർത്തിയാക്കിയതിന്റെ പേരിൽ അഭിനന്ദിക്കാനും വേണ്ടി മദീനക്കാർ ഖുബായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മസ്ജിദ് നിർമ്മിച്ചു. അതിനാണ് മസ്ജിദു ഖുബാ എന്ന് പറയുന്നത്. മദീനയിൽ നിർമ്മിച്ച ആദ്യ പള്ളി അത് മസ്ജിദു ഖുബാ. അതിന്റെ മഹത്വം ഹദീസിൽ കാണാൻ കഴിയും. മൻ തതഹറ ഫീ ബൈതിഹി ثم അതാ മസ്ജിദ ഖുബാ. വല്ലവനും വീട്ടിൽ വെച്ച് ശുദ്ധീകരണം നടത്തി അവൻ വുദു എടുത്തു, പിന്നെ അവൻ വരുന്നു. ثم അതാ മസ്ജിദ ഖുബാ. പിന്നെ അവൻ മസ്ജിദ് ഖുബായിൽ വന്നു. ഫസല്ല ഫീഹി. ആ പള്ളിയിൽ വെച്ച് അവൻ നിസ്കരിച്ചു. റക്അതൈൻ, 2 റക്അത്ത് അവൻ നിസ്കരിച്ചാൽ കാന കഉംറതി, ഒരു ഉംറ ചെയ്തതിന്റെ പ്രതിഫലമാണ്. അല്ലാഹുവേ, അത്തരം പള്ളികളിൽ ധാരാളം ചെന്ന് ഒരുപാട് റക്അത്തുകൾ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുവ അവ്വലു മസ്ജിദിൻ ബനാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീന. മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച ആദ്യത്തെ പള്ളി അത് മസ്ജിദ് ഖുബാ ആണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ എന്ന് പറഞ്ഞത് ഹുവ മസ്ജിദ് ഖുബാ, അത് മസ്ജിദ് ഖുബാ ആണ് എന്നും റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ തഖ്വയുടെ മേൽ അടിത്തറ പാകിയ പള്ളി എന്നാണ് ഖുർആനിന്റെ വിശേഷണം. അത് മസ്ജിദ് ഖുബാ ആണ് എന്ന് മുഫസ്സിറുകൾ പറയുകയാണ്. ഏതായിരുന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും പുറപ്പെടുമ്പോൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാരുടെ സൂക്ഷിപ്പ് മുതലുകളെല്ലാം ഉടമസ്ഥരെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു അവസാനം പോരുന്നത്. ഹിജറ, എല്ലാവരും ഹിജറ പോന്നിട്ടുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വൈകിയാണ് ഹിജറ വരുന്നത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു കാര്യം ഏൽപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് അലി റളിയല്ലാഹു അൻഹു എത്തുകയാണ്. വളരെ ക്ഷീണിതനായി പ്രയാസപ്പെട്ടിട്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ടെത്തുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം വന്നു. കാരണം കാല് പൊട്ടിയിട്ടുണ്ട്. കാരണം മക്കയിൽ നിന്ന് ഖുബാ വരെയുള്ള ദൂരം നടന്ന് ക്ഷീണിച്ച് പൊട്ടിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് കഴുകി കൊടുക്കുകയാണ്. കാല് കഴുകി കൊടുക്കുന്നു. കാല് വേദനിക്കുന്നുണ്ട്, വല്ലാതെ വേദനയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ദീനിനു വേണ്ടിയിട്ടാണല്ലോ അലി റളിയല്ലാഹു അൻഹു ഇത്തരം ഒരു ത്യാഗം സഹിച്ചത്. അണച്ചുകൂട്ടി പിടിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമുണ്ട്. അണച്ചുകൂട്ടി പിടിച്ച അലി റളിയല്ലാഹു അൻഹു കാലുവേദന പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീർ ആ കാലിലങ്ങ് പുരട്ടിക്കൊടുക്കുന്നു. അത്
അതോടുകൂടെ കാലുവേദന മാറുകയാണ്, വ്രണങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമ്മനീൻ എന്റെ കാലിൽ പുരട്ടിയതിനു ശേഷം ഇന്നേ വരെ എനിക്ക് പിന്നെ കാലുവേദന ഉണ്ടായിട്ടില്ല. എനിക്ക് പിന്നെ ആ കാലിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതല്ലേ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പാടുന്നത്, കം അംബറഅതു വാസിബ ബില്ലംസി റാഹതുഹു വ അത്ലഖത് ആരിബ മിൻ റിബഖത്തില്ലമി മൗലായ دائما آبدا على حبيبك خير. എത്ര രോഗങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനം മൂലം അവിടെ നിന്ന് സുഖപ്പെടുത്തി കൊടുത്തത്. എത്ര ആവശ്യക്കാരെ മനോവിഭ്രാന്തിയുടെ ബന്ധനത്തിൽ നിന്ന് അവിടെ നിന്ന് മോചിപ്പിച്ചു. അൻഹുവിന്റെ വരികളാണ്. അതേ അബ്ദുല്ലാഹി ഇബ്നു അഖീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുറിഞ്ഞ കാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനം മൂലം സുഖപ്പെടുത്തിയില്ലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് മാറിയില്ലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലുവേദന മാറിയില്ലേ. വ്രണം ഉണങ്ങിപ്പോയില്ലേ. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണങ്ങ് തൂങ്ങിയപ്പോ ആ കണ്ണ് അങ്ങനെ തന്നെ ആ സ്പോട്ടിൽ അങ്ങ് വെച്ചു കൊടുത്തില്ലേ. അന്ന് ഒരു കണ്ണ് ഡോക്ടറും ഇല്ല, അന്നൊരു കണ്ണാശുപത്രിയുമില്ല. അവിടുത്തെ ഉമനീരാണ് ശമനമായിട്ട് മരുന്നായിട്ട് ഉപയോഗിച്ചത്. പിന്നെ സ്വന്തം ഈ കണ്ണിന് പരിക്ക് പറ്റാത്ത കണ്ണിനേക്കാളും പവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീര് തട്ടിയ കണ്ണിനുണ്ട് എന്ന് ഖതാദ റളിയല്ലാഹു അൻഹു പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീരിന്റെ പവിത്രത എത്രയാണ്, അവിടുത്തെ ബർക്കത്ത് എത്രയാണ്. പിന്നെ ആ ഉമനീരിനെയാണോ കളിയാകുന്നത്? അതൊരു മുഅ്മിനിന്റെ വാചകത്തിൽ നിന്ന് വരാൻ കഴിയുമോ? അല്ലാഹുവേ, ആ ഹബീബിനെ നന്നായി ഞങ്ങളുടെ മനസ്സിലേക്ക് ഹുബ്ബ് നിറച്ചു തരണേ അല്ലാഹ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹിജ്റ വരികയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും, അലി റളിയല്ലാഹു അൻഹുവും ഫവാത്തിമും ഹിജ്റ പുറപ്പെട്ടു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഫവാത്തിമ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാത്തിമ എന്ന് പേരുള്ള കുറെ സ്ത്രീകൾ എന്നാണ് ഫവാത്തിമ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത്തരം ഫവാത്തിമുകൾ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. രണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മൂന്ന്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നാല്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ സുബൈർ എന്നവരുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പിന്നെ അതിലേക്ക് ഒരു 3 പേരും ചേർത്തിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവർ നേരത്തെ പുറപ്പെട്ടിരുന്നു. പിന്നീട് ആരാണ്? സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ അന്ന് പോയിട്ടില്ല. പിന്നെ ബദറിന് ശേഷമാണ് അവരുടെ ഹിജ്റ ഉണ്ടായത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അസ്മാ ബീവി റളിയല്ലാഹു അൻഹുവിന് അന്ന് സുബൈർ എന്നവരാൽ അബ്ദുള്ള എന്നവരെ ഗർഭം തികഞ്ഞിരുന്നു. ഹിജ്റയിൽ ഖുബാ എന്ന സ്ഥലത്തെത്തി ഒരു ഖൈമ ഉണ്ടാക്കി അവിടെ പ്രസവിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയെ എടുത്ത് കാരക്ക ചവച്ച് അവിടുത്തെ ഉമ്മീരങ്ങ് കൊടുത്തു. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മസ്ജിദ് ഖുബായിൽ വെച്ച് ചെയ്ത സംഭവമാണ് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് ഉമ്മു ഐമൻ എന്നവരും അതുപോലെ തന്നെ മക്കയിൽ ചില ബലഹീനരായ ആളുകൾ അവരും കൂടെയാണ് ഹിജ്റ പുറപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഖുബായിൽ നിന്നും വെള്ളിയാഴ്ച ദിവസം പുറപ്പെടുകയാണ്. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസം ഖുബായിൽ താമസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ഖുബ എന്ന പള്ളി നിർമ്മിക്കുമ്പോൾ ആ പള്ളിയുടെ തറക്കല്ല് ഇടുമ്പോൾ ആദ്യത്തെ കല്ല് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് വെച്ചു. രണ്ടാമത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെച്ചു. അന്ന് ആ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നീട് മദീനയിൽ പള്ളി ഉണ്ടാക്കുമ്പോ, മസ്ജിദുൻ നബവി നിർമ്മിക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആദ്യം തറക്കല്ലിട്ടു. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തറക്കല്ലിട്ടു. മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറക്കല്ലിട്ടു. നാലാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ആദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ ഈ 5 പേരും എന്ന ഈ വാചകത്തിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നീട് വരുന്ന 4 ഖലീഫമാർ ഇവരാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതായിരുന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീന എന്ന് പറഞ്ഞാൽ പട്ടണം, രാജ്യം എന്നൊക്കെയാണ് മദീനയുടെ അർത്ഥം. ആ മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽ 1 ത്വാബ, 2 ത്വയ്ബ, 3 ത്വായിബ്, ഇത്തരം പേരുകളുണ്ട്. ശുദ്ധരാജ്യം, സുഗന്ധരാജ്യം എന്നൊക്കെയാണ്. ഒരുപാട് മഹത്വങ്ങൾ മദീനക്കുണ്ട്. ആ മദീനയുടെ പ്രത്യേകത എന്താണ്? മദീനയുടെ പ്രത്യേകത ദജ്ജാലിന്റെ ഫിത്ന ആ മദീനയിൽ ഉണ്ടാകില്ല. ദജ്ജാൽ അവിടെ ഇറങ്ങുകയില്ല. മറ്റൊരു പ്രത്യേകത തോഊൻ അഥവാ പ്ലേഗ് രോഗം മദീനയിൽ ഉണ്ടാവുകയില്ല. മറ്റൊരു പ്രത്യേകത കുഷ്ഠരോഗം അവിടെ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, മദീനയുടെ മണ്ണ് കുഷ്ഠരോഗത്തിന്റെ മരുന്നാണ്. മദീനയുടെ ഒരുപാട് പേരുകൾ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. സക്കീന, ഹാബിറ, അദ്റാ, മർഹൂമ, ദാറുൽ അഖ്ബാർ, ദാറുൽ അബ്റാസ്, ദാറുസ് സലാമ, ദാറുസ് സുന്ന, ദാറുൽ ഫത്ഹ്. ഇത്തരം പേരുകളോടുകൂടെ 100ഓളം പേരുകൾ ആ മദീനക്കുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ മറ്റൊരു പേരാണ് യസ്രിബ്. ഈ പേര് പഴയ പേര്, മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. പക്ഷേ ആ പേര് വിളിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ല. പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 13ാമത്തെ ആയത്തിൽ യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട്. ആ ആയത്ത് മുനാഫിഖീങ്ങൾ പറഞ്ഞ വാചകം അങ്ങനെ തന്നെ ഉദ്ധരിച്ചതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പേര് നിരോധിക്കപ്പെടുന്നതിന് മുമ്പാണ് അത്തരം പരാമർശങ്ങൾ ഉണ്ടായത് എന്നും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി മസ്ജിദ് ഖുബായിൽ നിന്നും മദീനയിലേക്കുള്ള ഒരുക്കമാണ്. മദീന പട്ടണം ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. എല്ലാവരും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച്. എന്തിനാണ്? ലോകത്തിന്റെ നേതാവിനെ ആനയിക്കാൻ, ലോകത്തിന്റെ നേതാവിനെ സ്വീകരിക്കാൻ, ലോകത്തിന്റെ നേതാവ് വരുമ്പോ മർഹബ പാടാൻ. എന്തൊരു സന്തോഷമാണ് മദീനക്കാർ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സയ്യിദ് നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷമാണ്, ഒരു നേതാവ് പള്ളിയിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷമാണ്. എന്നാൽ ലോകത്തിന്റെ നേതാവ് വരുമ്പോ മദീനക്കാരുടെ സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആ മദീനക്കാർ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ്. യാ നബിയേ അസ്സലാം, യാ റസൂലേ വസ്സലാം, അംബിയാക്കൾക്കെല്ലാം താജരേ ആയിരമായിരം സലാം. യാ നബിയേ അസ്സലാം, യാ റസൂലേ
സലാം അമ്പിയാക്കൾക്കെല്ലാം താജരേ ആയിരമായിരം സലാം പുണ്യമാലീന തുറങ്ങും പൂർണ്ണ തോഹാത്തിങ്കളെ മണ്ണിലെങ്ങും ആദരിക്കും മുസ്തഫ നബി തങ്ങളെ അസ്സലാം വസ്സലാം ആയിരമായിരം സലാം അസ്സലാം വസ്സലാം ആയിരമായിരം സലാം മുത്തുവിളയും വാക്കുകൊണ്ട് സത്യമേകിയ താജരേ എത്തിരയോ സൽഗുണങ്ങൾ കാട്ടിത്തന്ന റസൂലരേ അസ്സലാം വസ്സലാം ആയിരമായിരം സലാം അസ്സലാം വസ്സലാം ആയിരമായിരം സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനമായ അൽ ഖസ്വാ എന്ന ഒട്ടകത്തെ നന്നായി ചമപ്പിച്ചു, ചമയം നൽകി, അഥവാ ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനം ഒന്ന് മനോഹരമാക്കി. അങ്ങനെയാണല്ലോ ഒരു നേതാവ് വരുമ്പോ ആ നേതാവിന്റെ വാഹനം ഒരു നല്ല വാഹനമാകണം. അതിനൊക്കെ നല്ല ഒരു ഡെക്കറേഷൻ കൊടുത്ത് ഒരു പൈലറ്റ് വാഹനം മുന്നിൽ എന്ന് പറഞ്ഞതുപോലെ ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അതിൽ മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നാടും വീടും സമ്പത്തും എല്ലാം ഒഴിവാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉറച്ചു നിന്നു അതാ മദീനയിലേക്ക് ഹിജറ വന്നവരാണ് മുഹാജിറുകളായ സ്വഹാബികൾ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ എല്ലാം ഒഴിവാക്കി തങ്ങളെ കൂടെ ഹിജറ വന്ന ആ മുഹാജിറുകളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വീകരിച്ച ആ സ്വഹാബികൾക്കാണ് അൻസ്വാറുകളായ സ്വഹാബികൾ എന്ന് പറയുന്നത്. അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡയറക്റ്റായി ഖുബായിലേക്ക് വന്ന് സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെയാണ് ചില നേതാക്കന്മാരെ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കാൻ വേണ്ടി അവിടേക്ക് പോയി. പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ആനയിക്കുമ്പോൾ എന്തൊരു രസമാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് ലോകത്തിന്റെ നേതാവാണ്. ആ ലോകത്തിന്റെ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി അതാ മുത്തുനബിയുടെ ഒട്ടകത്തെ ഒരുക്കുകയാണ്, ചമയിപ്പിച്ചു. അതേ ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് വരികയാണ്. അല്പം ദൂരം മാത്രമേ ഉള്ളൂ ഇനി മദീനയിലേക്ക് വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി ജനങ്ങളതാ പിന്നിൽ അണിനിരക്കുകയാണ്. അറബികൾക്കൊരു സംസ്കാരമുണ്ട്. അവരുടെ റാലിയിൽ ചിലപ്പോ വാളുണ്ടാകും, ചവളകൾ ഉണ്ടാകും. അത്തരം ആളുകളൊക്കെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അവര് വരിക. നമ്മളൊരു നബിദിന റാലി നടത്തുമ്പോൾ ഒരു പൈലറ്റ് വാഹനം, ഒരു അനൗൺസ് വണ്ടി മുന്നിൽ, പിന്നെ ഒരു ദഫ്, പിന്നെ ബാനറും പിടിച്ച് നേതാക്കന്മാര് കൊടിയും പിടിച്ച് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരും എന്ന് പറഞ്ഞതുപോലെ അറബികളുടെ ഒരു ശൈലി എങ്ങനെയാണ്? അവരുടെ കയ്യിൽ ചിലപ്പോൾ വാളുണ്ടാവും, ചവളകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അങ്ങനെ അവർ ആയുധാഭ്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്, കാൽനടയായി വരികയാണ് ചിലർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവും കാത്ത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അന്ന് സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്ന് വിലക്ക് ഏർപ്പെടുത്താത്ത കാലമാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ കാണാം, സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട്. സ്ത്രീകളൊക്കെ ദഫ് മുട്ടി പാടി എന്നൊക്കെ കേൾക്കുമ്പോ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം എന്നതിൽ നിന്ന് കിട്ടില്ല. സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്ന വിലക്ക് വരുന്നതിന് മുമ്പായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇൻഷാ അല്ലാഹ് മദീനയിൽ എത്തിയതോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനക്കാർ ഇത്ര സന്തോഷിച്ച വേറെ ഒരു ദിവസമില്ല. മദീനക്കാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വരവിനെ കണ്ടിട്ട് അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഖദ് ജാഅ ലനാ റസൂലുള്ളാഹ്, അല്ലാഹു
വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് വന്നു എന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടെ തക്ബീർ മുഴക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ സ്ത്രീകളും കുട്ടികളും ദഫ്മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആനയിച്ചുകൊണ്ട് അവര് ദഫ്മുട്ടി പാടി. തോലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി അയ്യുഹൽ മബ്ഊദു ഫീനാ ജിക്ത ബിൽ അംരിൽ മുതാ ജിക്ത ശറഫൽ മദീന മർഹബാ യാ ഖൈറ طلعل علينا من ثنيات الوداع وجب علينا ما دعا لله طلع البدر علينا. ഞങ്ങളുടെ മേൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു. മിൻ തനിയാത്തിൽ വദാ, തനിയാത്തുൽ വദാ എന്ന കുന്നിലൂടെ. തനിയത്തുൽ വദാ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന യാത്രക്കാർ വിട പറയുന്ന ഒരു കുന്നാണ് തനിയത്ത് എന്ന് പറയുന്നത്. ജാഹിലിയ്യ കാലത്ത് തന്നെയുള്ള പേരാണ് തനിയത്ത്. യാത്രക്കാർ വിട പറയുന്ന സ്ഥലമായതുകൊണ്ടാണ് തനിയത്തുൽ വദാ എന്ന പേര് അതിന് ലഭിച്ചത്. യാത്ര പറയുന്ന കുന്ന് എന്നാണ് അതിന്റെ അർത്ഥം. വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. പ്രബോധകർ അഥവാ പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാലത്തോളം നന്ദി ചെയ്യൽ ഞങ്ങളുടെ മേൽ നിർബന്ധമാണ്. അതാണ് വജബ ശുക്രു, നന്ദി ചെയ്യൽ നിർബന്ധമാണ്. അലൈനാ ഞങ്ങളുടെ മേൽ മാ ദഅ ലില്ലാഹി ദാ. പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാലത്തോളം നന്ദി ചെയ്യൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. അയ്യുഹൽ മബ്ഊദു ഫീനാ, ഞങ്ങളിൽ നിയോഗിക്കപ്പെട്ട നബിയേ, ജിഇത ബിൽ അംരിൽ മുതാ, തങ്ങൾ എന്താണോ ഞങ്ങളോട് കൽപ്പിക്കുന്നത് അത് മുഴുവനും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് നബിയേ. ഈ പാട്ടും പാടിയാണ് മദീനക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പ്രവേശിച്ച ദിവസം അല്ലാഹു മിൻഹാ കുല്ലു ശൈ, മദീനയിലുള്ള എല്ലാ വസ്തുക്കളും പ്രകാശിച്ചു കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ മദീനയിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് എന്തെല്ലാം സംഗതികൾ നടന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, യാ അക്രമ ബൈത്ത് ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ട് അവിടുത്തെ ഇഷ്ക് ഖൽബിലേക്ക് ഉറക്കി നമ്മൾ എല്ലാവരും ഒരുമിച്ച് യാ അക്രമ ബൈത്ത് ചൊല്ലുകയാണ്. ഒന്നെല്ലാവരും അടുത്തോട്ട് വരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ വരി ചൊല്ലുമ്പോഴും മുത്തുനബി എന്ന് ചിന്തിച്ച് അവിടത്തോടുള്ള ഇഷ്ക് നമ്മുടെ ഖൽബിലേക്ക് കയറ്റണം. അല്ലാഹു നമ്മുടെ ഖൽബിൽ അവിടുത്തെ ഹുബ്ബും ഇഷ്കും നിറച്ചു തരുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. യാ റഹ്മാൻ ഖൽഖി മാലി മന്നാലു സിവാ താഇൻ ദാഹുൽ ഹദീസിൽ ഹമീമി മൗലായ وسلم دائما أبدا على حبيبك كلهم ولن يغيب رسول الله
جاهك بإذا الكريم تجلى باسم منتقم مولاي صل وسلم دائما على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس لا تقنطي من زلة عظمى إن الكبائر في غفرانك الأمام مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. لعل رحمة ربه لا يقسمها تأتي على حسب عصيان في الحساب مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. طف بعبدك في دارين إن له صبرا متى تدعوه أهوال ينهزم مولاي صل وسلم لله من أبدا على حبيبك خير الخلق كلهم. مرضا لصحب صلاة منك دائمة على النبي بقول ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بالآل والصحب ثم التابعين له أهل التقى والنقاء والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مرناهت على طاقة الباري صبا وأطرب الغيسها بالعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل
سعيد صغير طلحة وعامر عبيدة مقيم عوف عاشر كريم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لله من أبدا على حبيبك للخلق كلهم നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് ആരും മറന്നു പോകരുത്. മഗ്‌രിബ് ജമാഅത്തിന് തന്നെ പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ സദസ്സിലേക്കുള്ള ചായ നമ്മുടെ റഫീഖയുടെ വകയാണ്. RMS റഫീഖ, അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. റഫീഖ് സൗണ്ടിലെ മുഹമ്മദ് ഖാ എന്നാണ് എല്ലാവർക്കും അറിയാം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മരിച്ചു 9ാമത്തെ ആണ്ടാണ്. അദ്ദേഹം നൽകുന്ന ആ സ്വതയുടെ ആ എല്ലാ ബർക്കത്തും അതിന്റെ നിസ്ല സവാബ് അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മ പ്രായം ചെന്നിട്ടുണ്ട്. അല്ലാഹു പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ കൂടിയ ഓരോ വ്യക്തികൾക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മുറാദുകളുണ്ട്. എല്ലാം അല്ലാഹു റാഹത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك وحبيبك سيدنا ومولانا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم جملنا بالعافية والسلامة وحقق بالتقوى والاستقامة وأعذنا من موجبات الندامة يوم القيامة إنك لا تخلف الميعاد. اللهم عافنا من كل بلاء الدنيا ومصيباتها وضيق عيشها. اللهم إنا نعوذ بك من عذاب القبر. أرحم الراحمين يا الله. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അർഹമർ റഹീമായ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 53ാമത്തെ വയസ്സിലും എത്രയോ ത്യാഗങ്ങളും വിഷമങ്ങളും സഹിച്ച് സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന്
വിജനമായ മരുഭൂമിയിലൂടെ നടന്നും ഒട്ടകപ്പുറത്തും കയറി ഖുബാ എന്ന പരിസരത്തെത്തിയതും അവിടെ നിന്ന് സ്വീകരിച്ച് മദീനയിലെത്തിയതും ഞങ്ങൾ പരാമർശിച്ചു റബ്ബേ. അതൊക്കെ കേൾക്കുമ്പോ പറയുമ്പോ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് ആ കാലത്ത് ഞങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ എന്ന സങ്കടമുണ്ടെങ്കിലും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ അവിടെ ഇഷ്ക് വെച്ചാൽ മുത്തുനബി ഞങ്ങളെ കൈപിടിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു പ്രതീക്ഷയില്ല റബ്ബേ. അവിടുത്തെ ശഫാഅത്ത് നൽകുമ്പോ സാധുക്കളായ ഞങ്ങൾ ഇവിടെ മുത്തുനബി തങ്ങളെ കുറിച്ച് പരാമർശിച്ചിരുന്നു എന്നതിന്റെ പേരിലെങ്കിലും നിങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഈ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും തരണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാൻ. റബ്ബേ, ഇനി എത്രയാണോ ഞങ്ങൾക്ക് നീ ആയുസ് ഇട്ട് തരുന്നത്, ആ ആയുസ് പൂർത്തിയാകുന്നത് വരെ ഞങ്ങളുടെ മരണം വരെ നിന്റെ പൊരുത്തത്തോടുകൂടെ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഈ സദസ്സിൽ വയസ്സായവരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗികളുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മരുന്ന് ധാരാളം കഴിക്കുന്നവരുണ്ട് റബ്ബേ, നീ എല്ലാം പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാൻ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ വലിയ വലിയ വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ് റബ്ബേ. അവരുടെ മനസ്സിലുള്ള എല്ലാവരുടെയും കൽപറിയുന്ന അല്ലാമുൽ ഗുയൂബായ റബ്ബേ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാൻ. റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ ചേർത്തി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. തഖ്വ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നിസ്കാരം മുറ പോലെ നിർവഹിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ നാക്കുകൊണ്ട് നിന്റെ ദീനിനെതിരായതൊന്നും പറയാത്ത നല്ല നാക്കാക്കി തരണേ റഹ്മാനെ. കള്ളത്തൊരീക്കത്തിന്റെ വിദഅത്തിന്റെ ശർറിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ രൂഢമൂലമാക്കി തരണേ റഹ്മാനെ. ഈമാനിന് കുറവ് പറ്റുന്ന ഒരു പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആരെയും പെടുത്തരുത് റഹ്മാനെ. റഹ്മാനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ എല്ലാം നീ ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ നീ ഖായിബാക്കി മടക്കരുത് റഹ്മാനെ. എല്ലാം നീ ഖബൂലാക്കി തരണേ റഹ്മാനെ. അപ്പോൾ അവസാനം ഞങ്ങൾ മരിക്കും. ആ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടി ഒരു രൂപ പോലും കടമില്ലാത്ത രൂപത്തിൽ റാഹത്തായി സന്തോഷത്തോടുകൂടെ തൗബ ചൊല്ലി വുദൂഓടുകൂടെ 2 റക്അത്തിന്റെ മുമ്പിൽ നിസ്കരിച്ച് ഞങ്ങൾക്ക് മരിക്കണം. അതിനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. തൗഫീഖ് നീ തരണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ മരണാസന്നമായ സമയത്ത് മഹാന്മാര് വന്ന്, സ്വാലിഹീങ്ങൾ വന്ന്, ഔലിയാക്കൾ വന്ന്, അമ്പിയാക്കളുടെ ഹുദൂറുള്ള നല്ല മരണമാക്കി ഞങ്ങളുടെ മരണം മാറ്റി തരണേ അല്ലാഹ്. അവസാനം ഞങ്ങളുടെ ശരീരത്തിലേക്ക് അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ മർഹബാ എന്ന് പറഞ്ഞ് സ്വാലിഹീങ്ങൾ സ്വാഗതം വിളിച്ചതുപോലെ അത്രയൊന്നും ഈമാനും കട്ടിയും ഞങ്ങൾക്കില്ലെങ്കിൽ മുത്തുനബിയെ അങ്ങയെ പരാമർശിച്ചതിന്റെ പേര്, അങ്ങയുടെ മദ്ഹ് പറഞ്ഞതിന്റെ പേര്, യാത്രമ ബൈത്ത് എല്ലാ ഞായറാഴ്ചയെങ്കിലും ഞങ്ങൾ ഉരുവിടുന്നതിന്റെ പേരിലെങ്കിൽ ഞങ്ങളുടെ ഈമാൻ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈമാൻ കാമിലാക്കി ആഖിബത്ത് നന്നായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. നിന്റെ തൗഹീദിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ധാരാളം ഉരവിട്ട് ആ കലിമത്ത് തൗഹീദ് ചൊല്ലി അങ്ങ് മരിക്കണം. അതിന് ഞങ്ങളുടെ മരണം ഏതെങ്കിലും റോഡ് സൈഡിലാക്കരുത് അല്ലാഹ്. ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ICUവിലാക്കരുത് റഹ്മാനെ. ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലിട്ട് ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാഹ്. റാഹത്തോടുകൂടെ മരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നീ ഒരുക്കി തരണേ അല്ലാഹ്. അതിന് സബബാകുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ ഖബൂലാക്കി തരണേ അല്ലാഹ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ മുത്തുനബിയെ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിന്റെ ലിഖാ ഒന്ന് കാണാൻ സാധുക്കളായ
ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.